4 മാസം മുമ്പ് എന്റെ വീടിന്റെ മുറ്റത്ത് എന്റെ ഉമ്മ ഉണ്ടായിരുന്നു, എന്റെ ഭാര്യ ഉണ്ട്, സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ വേറൊരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. വീട്ടില് മുറ്റത്തിരുന്ന് കളിക്കായിരുന്നു. പെട്ടെന്ന് ഒരു തെരുവ് നായ, വളർത്തുനായല്ല, നല്ല നാടൻ നായ വന്നിട്ട് കുട്ടിന്റെ മുടിക്കെട്ട്, പെൺകുട്ടി ആയതുകൊണ്ട് മുടിക്കെട്ട് ഉണ്ടായിരുന്നു, ആ മുടിക്കെട്ടിന് കടിച്ച് പിടിച്ചിട്ട് എന്റെ ഭാര്യ വന്നിട്ട് കുത്തിയിട്ടും അതെന്ത് ചെയ്തില്ല, വിട്ടു പോയതിന്റെ ശേഷം 10 മുറിവുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. ഞാനൊരു സാധാരണക്കാരനാണ്, പൊതുപ്രവർത്തകനാണ്. എന്റെ മുമ്പിൽ ആദ്യമായിട്ടൊരു അനുഭവം ഇങ്ങനെ വരുന്നത്. അത് വന്ന സമയത്താണ് ഞാൻ ഇതിന്റെ ഫാക്ടുകളൊക്കെ മനസ്സിലാക്കിയത്. കാരണം ഞാൻ ഈ കുട്ടിന്റെ ഏറ്റവും നേരെ ഇവിടെ പോയപ്പോ പറഞ്ഞു, മുറിവായതുകൊണ്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ബ്ലോക്കിൽ നിന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് വീണ്ടും മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ കണ്ട് ചെല്ലുമ്പോ മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയിൽ 2 നായക്കള്. എന്റെ കുഞ്ഞിന് വാക്സിൻ കൃത്യമായിട്ട് എടുത്തില്ല. അവര് കൊണ്ടു ചെല്ലുമ്പോ ഇവര് ഡിലേ ആണ്. ഒരു പേഷ്യന്റിനെ ഇല്ല, ഒരു കുഞ്ഞിനെ കൊണ്ടു ചെല്ലുമ്പം എന്റെ കുഞ്ഞിന്റെ കയ്യിൽ ഇവിടാണ് മുറിവുണ്ടായത്. ബാക്കിലെ 2 സൈഡിലും മുറിവുണ്ടായിരുന്നു. അതായത് ചവച്ചരച്ചു കളഞ്ഞ മാംസം പൈപ്പിന്റെ മൂട്ടി നിർത്തി ആ മാംസം ഫുള്ള് പറിച്ചു കളയുമ്പോഴും എന്റെ കുഞ്ഞ് ഒരു പ്രതികരണം ഇല്ലാതെ നിൽക്കുകയായിരുന്നു. കാരണം അവർക്ക് അത്രയ്ക്ക് ടെൻഷനും പേടിയും എല്ലാം ആയിട്ട് ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു. ഞാൻ എന്നിട്ട് പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോഴത്തേക്കും അവർക്ക് അതൊക്കത്തില്ല, OP ടിക്കറ്റ് വേണം, അത് വേണം, ഇത് വേണം, ഞങ്ങൾക്ക് മുറിവ് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വന്ന ലേഡി ഡോക്ടർ ഈ മുറിവിനകത്ത് കുത്തിവെക്കേണ്ട മരുന്ന് വെറുതെ സ്പ്രേ ചെയ്ത് കളയാ ചെയ്തത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ചെന്ന് അടുത്തടുത്ത് വന്ന് ഈ വാക്സിൻ എടുക്കാൻ പറ്റില്ല. ചികിത്സ കിട്ടിയില്ല. അവര് നമ്മൾ ഒരു പട്ടി കടിച്ച് കൊണ്ടു ചെല്ലുമ്പോ അത്രയും കെയർലെസ് ആയിട്ട്, അതായത് അവർ സ്ഥിരം കാണുന്ന എന്റെ കുഞ്ഞിനെ ഒന്ന് എടുത്ത് വെക്ക, ഇല്ലെങ്കിൽ ആ മുറിവ് ഒന്ന് പരിശോധിക്കാൻ പോലെ ഒരു അറപ്പ് പോലായിരുന്നു ആ ഡോക്ടർ എന്റെ കുഞ്ഞിനോട് പെരുമാറിയുന്നത്. സാർ പറയാ, ഒരു പെയിൻ കില്ലർ എന്റെ കുഞ്ഞിന് കൊടുത്തില്ല. അന്ന് രാത്രി കഴിച്ചു കൂട്ടിയത് അത്രയ്ക്ക് വേദന സഹിക്കാൻ പറ്റാൻ ഞാൻ പിറ്റേന്ന് ഞാൻ മെഡിസിറ്റിയെ കൊണ്ടു ചെന്നാണ് ആ മുറിവ് പരിശോധിച്ചത്. ഇവിടെ ഉള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ ഉള്ള ഡോക്ടറിന്റെ അടുത്ത് മുറിവ് കൊണ്ട് കാണിച്ചപ്പോ സർജൻ പറഞ്ഞത് എനിക്ക് കുട്ടികളെ നോക്കി പരിചയമില്ല എന്നാ പറഞ്ഞത്. പരാതി കൊടുത്തു ആർക്കെങ്കിലും? എല്ലാവർക്കും കൊടുത്തു. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല. ഒരു മനുഷ്യൻ. നമ്മുടെ പ്രധാനമായിട്ടും പരാതി കൊടുത്തു. വീണ ജോർജിന് കൊടുത്തു, മുഖ്യമന്ത്രിക്ക് കൊടുത്തു, ജസ്റ്റിസ് സിരിജകൻ കമ്മിറ്റിക്ക് കൊടുത്തു. ഇപ്പൊ ലാസ്റ്റ് ഞാന് മെമ്പറെ ഇതുപോലെ എന്റെ കുഞ്ഞിനെ പട്ടി കടിച്ച് ഇവിടെ ഭയങ്കര തെരുവുനായ ശല്യാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പഞ്ചായത്തിൽ വന്ന് പരാതി കൊടുക്കുന്നുണ്ട്. മെമ്പർ എന്നോട് പറഞ്ഞ എന്താണെന്നറിയാവോ, നീ പട്ടിക്കെതിരെ പരാതി കൊടുക്കാൻ പഞ്ചായത്തിൽ ചെന്ന് നിനക്കെതിരെ കേസെടുക്കുമെന്നാ. എനിക്ക് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ട് ജനാധിപത്യത്തിന്റെ ഭാഗമാണല്ലോ ശരിക്കും മാധ്യമങ്ങള്. നമ്മുടെ നാട്ടിലെ ഈ മാധ്യമങ്ങൾ അല്ലാത്ത ഒരു സിസ്റ്റം ഇതിനോട് നമുക്ക് ധാർമ്മികപരമായിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മാധ്യമങ്ങൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു എന്നല്ല. ഞാൻ 8 ഡിപ്പാർട്ട്മെന്റിക്ക് പരാതി അയച്ചു, മുഖ്യമന്ത്രിക്ക് അയച്ചു, LS